ഗായ്സ്, നിങ്ങളുടെ മോന് ഓൺലൈനിൽ എത്തിയിരിക്കുന്നു. ഓക്കെ, കുറച്ച് കണക്ക് മുമ്പ് വരെ റോബിൻ്റെ എന്ത് കണ്ടന്റുണ്ടെങ്കിലും ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നീന്, ഓടിയെത്തിന്. പക്ഷേ SSLC ആയതുകൊണ്ട് തന്നെ എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ലെന്ന് അറിയാം. എന്തായാലും റോബിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടാൽ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഞാൻ അത്രയും ദൈവത്തിന് തുല്യം ആരാധിക്കേണ്ട വ്യക്തിയാണ് റോബിന്. കാരണം എൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ $200-300 എത്തിച്ച നമ്മുടെ റോബിനാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എസ്റ്റിമേറ്റഡ് റവന്യൂ പറഞ്ഞത് $3 ചുരുങ്ങി, ബിക്കോസ് സോഷ്യൽ SSLC ബാക്കിറ്റ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും റോബിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് ഇടാമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ നമ്മുടെ സിനിമാ നിരൂപകൻ പറഞ്ഞൊരു പേജ്, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നൊരു വീഡിയോ കാണിച്ചത്. ഓക്കെ, അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ റോബിൻ കുടുങ്ങുമോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി, മനസ്സിലല്ലേ? അപ്പോൾ എന്താ കാര്യം വെച്ചാൽ കാര്യം കുറച്ച് റിസ്ക്കാണ്, കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, കുറച്ച് ഗുരുതര പ്രശ്നമാണ്. റോബിനെതിരെ ഇപ്പോൾ ഭയങ്കര വലിയൊരു ആരോപണം നടന്നുകൊണ്ടിരിക്കുക. റോബിന് കള്ളനാണ്, റോബിൻ നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവ ഞാൻ ആ ഒരു കാര്യം കാണിച്ചിട്ടാ. ഈ പടം മാത്രമേ ഉള്ളൂ, ഈ ചുമ്മാ സോഷ്യൽ മീഡിയയിലെ 5-6 ഫോട്ടോ. വണ്ടിയുടെ CC കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഒരു BMW എൻ്റെ കേരളത്തിലാണ് എടുത്ത് കൊടുത്തത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് എടുത്ത് കൊടുത്തത്. ഡൽഹിയിൽ ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. വണ്ടി വേണം, എൻ്റെ 5 പൈസ ഇല്ല. എവിടെ നിന്ന് ഒരു 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്ത്, പിന്നെ എപ്പോഴും ഒരു 5 ലക്ഷം രൂപ കൊടുത്ത്, ഇനിയും കൊടുക്കണം 15 ലക്ഷം രൂപ. 3 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനേക്കാളും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ലോൺ ഇടാൻ നേരത്ത് ഇവന് സിവിലിൽ ഒരു കോപ്പില്ല, ഇവന് ലോൺ കയറൂല. അമ്മാതിരി ഉടായ്പാണ്. ഇവൻ പുറത്തു നിന്ന് നിൽക്കുന്ന പറഞ്ഞായിരുന്നു വെച്ചാൽ 3 കോടി അല്ല 30 കോടി രൂപ ഇവൻ ബാങ്കിൽ ഇട്ടിട്ട്, എന്തിനാണ് 30 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് 3 ലക്ഷം രൂപ അവന്റെ ജീവിതാവസാനം വരെ തിന്നോണ്ടിരിക്കുന്നത്. എന്തിനടാ ഇങ്ങനെയൊക്കെ തള്ളണം? ഇങ്ങനെയൊക്കെ തള്ളിയിട്ട് നിനക്കാരടാ നീ അധ്വാനിച്ച് ജീവിടാ. ഇങ്ങനെ തള്ളി ജീവിക്കാതെ അധ്വാനിച്ച് ജീവിടാ. നീ അല്ലെങ്കിൽ നിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാ നിന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ നീ കാണിയടാ. 30 കോടി രൂപ നിന്റെ ഉണ്ടെങ്കിലേ നീ എത്ര രൂപ കേരള സർക്കാർ ടാക്സ് കൊടുക്കണം? ഒരു കാര്യം അറിയാത്തോണ്ട് അളിയന്റെ ഞങ്ങളുടെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്കൂളിലും കോളേജിലും പോകുന്ന ടൈമാണ്. ഞങ്ങൾ അംഗൻവാടി പിള്ളേരൊക്കെ ഇപ്പം അംഗൻവാടി തൊട്ട് എത്തുന്ന സമയമാണ്. അളിയൻ എൻ്റെ തലൻ്റെ മുകളിൽ തല കാണത്തില്ല, മനസ്സിലായില്ലേ? ആർമീനെ പറഞ്ഞ പവറാണ്. ഓക്കെ, അതിങ്ങനെ വെടിവെച്ചിടും, തലമണ്ടി മൂക്കാമണ്ടി ഇങ്ങനെ പൊളിക്കും ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് 30 കോടിയിൽ 100 കോടി വരെ ഉണ്ടാക്കാം. കാരണം ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ 11 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, 1.1 മില്യൺ. അതിന് കൂടെ വെരിഫിക്കേഷൻ ടിക്കുണ്ട്. അത് ഈ പറഞ്ഞ വണ്ടിക്കാരനും ഈ പറഞ്ഞ നിങ്ങൾക്കുണ്ടോ? അതില്ലല്ലോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടാൽ മതി, അപ്പം കിട്ടും 110 കോടി. പിന്നെ എനിക്കൊരു 30 കോടി രൂപയ്ക്ക് ഒന്നുമല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് 110 കോടി അല്ല കിടക്കട്ടെ. പിന്നെ എനിക്ക് ഈ പറയുന്നവർ പലതും പറയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, മനസ്സിലല്ലേ? പറയുന്നവർക്ക് പലതും പറയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സ്ക്രീൻഷോട്ട് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യമായി ഊട്ടി വഴി ഹിമാചല ഹരിയാന ഏതൊരു സ്ഥലത്തോട്ട് പോകാൻ പോവാം, മനസ്സിലായില്ലേ? കാരണം എനിക്കിപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വന്നുകൊണ്ട്, കാരണം ഇപ്പോൾ ലൈം ലൈനിൽ തുടർന്നുകൊണ്ട് കാണി. അപ്പോൾ സിനിമയുടെ കാര്യത്തിനല്ല, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാണ്. ഓക്കെ, എന്തായാലും എനിക്കൊരു 30 കോടി 40 കോടി ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനാണ് ചോദിച്ചാൽ കിട്ടും. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് മൂപ്പര് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്ത് ഉണ്ടാക്കി ആര് തൂക്കി വിറ്റാൽ കിട്ടും 150 കോടി രൂപ. പിന്നല്ലേ ഒരു 30-40 കോടി കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറയാം സമയമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. ഞാൻ കണ്ടില്ല അവിടെ ഇവിടെ അലറാൻ പോവാണ്. ഈ അലറിന് തൊണ്ടയ്ക്കൊന്ന് ശരിയാകുമ്പോൾ തന്നെ എനിക്ക് ട്രിപ്പൊക്കെ ഒന്ന് പോയി അടിച്ച് പൊളിച്ച് വരണം. അപ്പോൾ ഞാൻ ആ പൈസക്കൊന്ന് വില കൊടുക്കാം. പിന്നെ 30 കോടി സർക്കാർ ടാക്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ യൂട്യൂബേഴ്സ് കൊടുക്കില്ലല്ലോ. അപ്പോൾ ആ ടാക്സിൻ്റെ ആവശ്യം വലുതും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ഓഡിയോ കേൾപ്പിച്ചിടാം. അപ്പോൾ നിങ്ങൾക്കിത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഈ റോബിനെ ഇങ്ങനെ തലയിച്ച് നടക്കുന്ന കാര്യം ഉണ്ടല്ലോ, ഈ റോബിന് തലയിച്ച് നടക്കുന്ന ആർമിക്കാരുണ്ട്. അവിടെ എനിക്ക് പറയാതെ സിനിമ ഒന്നുമില്ല, വെറും ഷോ. ഈ ഷോക്ക് ഒരു അളവില്ല. ഇനി ഷോക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ വെച്ചാൽ ആ ഷോൻ്റെ കുറവേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്കൊരു കാര്യം ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ് ഇട്ടോ, എൻ്റെ ഈ ഒരു സാധനം ശരിയാക്കുക. കാരണം എന്താ അറിയോ, മേ ബി എന്തെങ്കിലും പ്രശ്നം വന്ന് എനിക്ക് ഇതിന് ആവശ്യം വരുമല്ലോ. വട ഓക്കെ, കേട്ടോളൂ. പറയുന്നവർക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ പോലും. ഇപ്പൊ നമുക്ക് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണ്ട, പ്രതികരിക്കണ്ടേ? ഞാൻ ഒരു 7-8 വർഷമായിട്ട് GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്, മനസ്സിലായില്ലേ? പിന്നെ അവിടെ അത്യാവശ്യം ഞാൻ നൈറ്റ് ഇൻചാർജായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിയോനറ്റോളജി തൊട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി പേഷ്യൻസിന് വരെ നൈറ്റ് ടേക്ക് കെയർ ചെയ്തിരുന്ന ഞാനാണ്, മനസ്സിലായി? സോ അങ്ങനെ ചുമ്മാ അണ്ണൻ എന്താ പറയുന്നത്? അണ്ണനോട് എന്താ ചോദിച്ചത്? അണ്ണനോട് ചോദിച്ചു എന്താണ് കേന്ദ്രഭരണത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാകുന്ന ചോദിച്ചാൽ അണ്ണൻ പറയും അത് ഓസോൺ പാളിക്ക് വിള്ളലുണ്ടായത് കൊണ്ടാണെന്ന്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ബ്രഹ്മപുരം കത്തി അണ്ണനോട് ചോദിച്ചാൽ അണ്ണൻ പറയും അത് BTS സോങ് ഇറങ്ങാത്തത് കൊണ്ടാണെന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത്? ഓക്കെ, അതും എന്റെ ഭാഗത്ത് നിന്നേ വരെ അങ്ങനെ ഒരു വീഴ്ച ദൈവം സഹായിച്ച് ഉണ്ടായിട്ടില്ല. സോ അപ്പം എന്ന് പറഞ്ഞ് ഞാൻ ഒരു വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടറാണെന്ന് പറയുന്നത് ചെറിയ ഡോക്ടറാണ്, എൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിമർശിക്കുന്നവർ പറയാനുള്ളവരൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എല്ലാവർക്കും വന്ന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നൊരു കാര്യമല്ല, മനസ്സിലായില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഇപ്പോൾ ഈ ഫ്രാങ്ക് പറഞ്ഞ കോൺട്രവേഴ്സീസൊക്കെ എല്ലാം ഒരു എന്താ പറയുക ലോങ് ലീവ് ഞാൻ കുറച്ച് നാളത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു വേൾഡ് ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ശ്രീലങ്ക ആയിരിക്കും. മേ ബി ചിലപ്പോൾ ഈ ഒരു മാസം തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് ശ്രീലങ്ക തന്നെ തിരഞ്ഞെടുത്തത്? രാവണ പടമായിട്ടെന്തെങ്കിലും എനിക്കറിയാം ഒരു ചോദ്യം വരും. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്താ പറയാ, എനിക്ക് ഞാൻ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും പോയിട്ടുള്ള ആളൊന്നുമല്ല, മനസ്സിലായി. ഞാൻ അധികം എന്താ പറയാ ടൂറോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ പോകുന്നു, ഒറ്റയ്ക്കാ പോകുന്ന. ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പൊടിയായിട്ടല്ല പോകണം കേട്ടോ, പൊടിയായിട്ടല്ല പോകുന്ന. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടേ പൊടിയായിട്ട് പോകുന്നുള്ളൂ. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സോ എന്റെ കൂടെ അവരുടെ രണ്ടുപേര് അക്കോമഡേറ്റ് ചെയ്യും. സോ ഇതേപോലെ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെസ്റ്റിനി ചിലപ്പം ശ്രീലങ്ക ആകാം, അതിന് വരും ദിവസങ്ങളിൽ എന്റെ പേജിൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഈ കോൺട്രവേഴ്സിയിലൊക്കെ അഫക്റ്റഡ് ആണ്, കാര്യം വിഷമിച്ചിരിക്കുന്നെന്ന് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ഒരു മനുഷ്യനാണ്. സോ നാല് വറ്റത്തുനിന്നും ഇതേപോലെ നാല് ചുറ്റും ഇതേപോലെ അറ്റാക്സ് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഏതൊരു മനുഷ്യനാണെങ്കിലും വിഷമം വരും. വിഷമം തളരത്തില്ല, വിഷമം വരും. പക്ഷെ വിഷമം വന്നാലും തളരില്ല, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെതായിട്ടുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളെയൊക്കെ സപ്പോർട്ട് എനിക്കറിയാം. ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കുണ്ടെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങളെല്ലാവരും വീണ്ടും ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാം. എന്നാലും ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ഒരുപാട് പേര് ഇപ്പം പറയുന്ന സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പോസ്റ്റ് കണ്ടിട്ടേ പോകാൻ പറ്റുന്നത്. അല്ലെ, അതേ പറഞ്ഞ കുറച്ച് നാളെ എനിക്ക് കുറച്ച് ലീവ് വന്നിട്ട് അതിന് ശ്രീലങ്കയിൽ പോയാലും കാണുമെന്നാണ് പറയുന്നത്. അതെ അതെ, എന്തായാലും ചെയ്യാനുള്ളവരൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ചില അമ്മമാര്, അത് ഒന്നിലധികം അമ്മമാര് പറയുന്നുണ്ടേ, ഡോക്ടർ ഒരു റെഡ് സ്റ്റോണിന്റെ മോതിരം വാങ്ങിച്ചിടണം എന്ന് പറയാനെന്ന്. ഞാനൊരു ചുവന്ന മോതിരമുള്ള ഒരു സംഭവം ഇട്ടിരുന്നു, അത് ഊരിയതിനു ശേഷമാണ് പ്രശ്നം. അത് സമയം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് പണ്ട് 10 വർഷം അമ്മമാർക്കറിയോ അത് മുക്ക് പണ്ടാണെന്നൊക്കെ. അമ്മമാർ മനസ്സിലാക്കണം. എനിക്ക് കാറൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്, പക്ഷേ അടവനെടുത്തേക്കാണ്. പക്ഷെ കാറിൻ്റെ പൈസ തിരിച്ചെടുക്കാൻ നയ്യാ പൈസ കജിലല്ല. പിന്നെ മോതിരം മുക്ക് പണ്ടാ, അപ്പം പറഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരുപാട് അമ്മമാര് അപ്പൊ ഇനി അടുത്ത സംഭവം ഞാൻ എടുത്തില്ല. ഞാൻ ആലോചിച്ചു ശരിയാണ്, അതൊന്ന് ഇട്ട് നോക്കാം, ട്രൈ നോക്കാം, ഇതിലൊക്കെ കാര്യമുണ്ടെന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എത്രയൊക്കെ കോൺട്രവേഴ്സി കാര്യങ്ങൾ. പിന്നെ ഇനി ഓരോരുത്തർ ഇതേപോലെ വന്ന് വിമർശിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഓരോരുത്തർക്കും പോയി ഉത്തരം പറയാനുള്ള സമയമില്ല. കാരണം എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ല. അപ്പൊ ഇതിനെല്ലാത്തിനും വന്നിരുന്ന റെസ്പോണ്ട്. അതാ പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞ പുള്ളിയുടെ പേരെന്താ പറഞ്ഞ? ദിയാസന. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്താ പോസ്റ്റ്. സോ അങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്നു.